വിഴിഞ്ഞത്തേക്ക് തന്നെ സംസ്ഥാന സർക്കാർ ഇതുവരെ ക്ഷണിച്ചിട്ടേയില്ലെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ കണ്ടില്ലല്ലോ എന്ന ചോദ്യത്തോടായിരുന്നു പ്രതികരണം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ക്ഷണിച്ചതുകൊണ്ടാണ് വിഴിഞ്ഞം ആദ്യ ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ മുഴുവൻ BJP-ക്കാരും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നല്ലോ എന്ന ചോദ്യത്തോട് അങ്ങനെ വിട്ടുനിൽക്കാൻ അവർക്ക് അവകാശമില്ലെന്നായിരുന്നു പ്രതികരണം. വന്ദേ മാതരം ആലപിക്കാത്തത് കൊണ്ടാണോ BJP വിട്ടുനിന്നത് എന്നായിരുന്നു തുടർ ചോദ്യം. വന്ദേ മാതരം ആലപിക്കുന്നതിന് ഒരു അന്തരീക്ഷമുണ്ടാവണം. ആ ഗാനത്തിൻ്റെ പ്രോട്ടോക്കോളിൽ അത് പറയുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ പോലുള്ള ഒരു പൊതുസ്ഥലത്ത് അത് ദുഷ്കരമാണ്. ഗാനം ആലപിക്കുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനിൽ ഓടി നടന്നു എന്ന് വരാം. അവിടെ അന്തരീക്ഷമൊരുക്കുന്നത് ശ്രമകരമാണ്. അതുകൊണ്ടാണ് പാടാതിരുന്നത്. ഇക്കാര്യം BJP പ്രവർത്തകരെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ പ്രതിഷേധവുമായി എത്തിയവർ പിരിഞ്ഞു പോവുകയായിരുന്നു എന്നും മന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം ചടങ്ങിൽ നിന്നൊക്കെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ വിട്ടുനിൽക്കുകയായിരുന്നു. സർബാനന്ദ് സോനോവാൾ വന്നില്ലേ? താങ്കളെ ക്ഷണിച്ചിരുന്നില്ലേ? ഇല്ല, എന്നെ ക്ഷണിച്ചിട്ടേ ഇല്ല ഇതുവരെ. എന്നെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് അന്ന് അദ്ദേഹം വന്നപ്പം പ്രോട്ടോക്കോളാണ് ഞാൻ ഉണ്ടായേ പറ്റും. അതുകൊണ്ട് അന്ന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. BJP മുഴുവൻ വിട്ടുനിൽക്കുകയായിരുന്നല്ലോ. ഇല്ല, അതിനുള്ള അവകാശം അവർക്കില്ലേ? ഇല്ല. വന്ദേമാതരം പാടാത്തോണ്ടാണോ? ഏതാ വന്ദേമാതരം പാടാത്തോണ്ടാണോ ഓഗസ്റ്റ് 15? അല്ല, അതെനിക്കറിയത്തില്ല. വന്ദേമാതരം പാടുന്നതിന് ചില ക്രമീകരണങ്ങളുണ്ട്. ഒരു വന്ദേമാതരത്തിൻ്റെ പ്രോട്ടോക്കോളാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് വന്ദേമാതരം പാടിയില്ല എന്ന് പറഞ്ഞൊരു പ്രൊട്ടസ്റ്റ് പെട്ടെന്ന് പൊന്തി വന്നു. പക്ഷെ അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്ദേമാതരം ആലപിക്കണമെങ്കിൽ അതിന് മര്യാദ കൊടുക്കുന്ന അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കണം. അതിന് പിന്നെ പ്രത്യേകം മാസ്ക് ചെയ്യണം ഈ പരിപാടി നടക്കുന്നിടം, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ്. ജനങ്ങൾക്ക് അവരുടെ ലിബേർട്ടീസ് ഉണ്ട്. അവർ ചിലപ്പം കുഞ്ഞുങ്ങളാരെങ്കിലും ഓടി അതിൻ്റെ പേര് വിളിച്ച് ഈ വന്ദേമാതരത്തിനിടയ്ക്ക് ഒന്ന് ഓടിയെന്ന് വരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മര്യാദയില്ലായ്മ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒഴിവാക്കുന്ന ചടങ്ങുകളുണ്ട്. ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനിടയിൽ മാത്രമേ ഇത് ചെയ്യാവൂ. BJP-കാരോട് പ്രതിഷേധമായിട്ട് രംഗത്ത് വന്നത് അതവർ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ മാസ്ക് ചെയ്യണം ആ ഏരിയ. പ്രോട്ടോക്കോളാണത്. അത് വന്ദേമാതരത്തിനുള്ള പ്രോട്ടോക്കോളാണ്. നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, പ്ലാറ്റ്ഫോമാണ്. കുറച്ച് നമ്മൾ എന്താണ് സെൻസിബിലിറ്റിയും കൂടെ ചേർക്കണമല്ലേ. സ്നേഹം അല്ല, ആരാണല്ല, ജനങ്ങൾ. അതൊന്നും പാർട്ടിക്കാരുടെ സ്വന്തമല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വന്തമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ ഇതിന് അപമര്യാദ കൊടുത്താൽ അവർ ചോദ്യം ചെയ്യും. അതൊഴിവാക്കാൻ വേണ്ടിയാണ് പാർട്ടിക്കാർ മുന്നിട്ടിറങ്ങിയത്. വന്ദേമാതരം പാർട്ടിക്കാരുടേതല്ല, മുഴുവൻ ജനങ്ങളുടേതുമാണ്. അതിനെ അവഹേളിച്ചാൽ ജനം ഇടപെടും. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനാണ് പാർട്ടിക്കാർ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.